എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ചെതലരിക്കുന്നു എന്ന് കേട്ടിട്ട് വന്നതാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇന്നൊരു 5 കഥകൾ പതിവ് പോലെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒപ്പം ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഹിക്കാസ് പാത്തു എന്ന പേരുള്ള ഒരു ചാനൽ ഈയിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ. അപ്പോൾ അത് നിങ്ങൾ പോയിട്ട് കാണുക. അതിലെ വീഡിയോ പ്രധാനമായിട്ട് മതം വിട്ടവരുമായിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. ഒപ്പം പ്രധാനമായിട്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ഏറ്റവും അവസാനമായിട്ട് ഒരുപക്ഷെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മു കുൽസു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുൻ താത്ത. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങാനും മതം വിട്ടില്ലായിരുന്നെങ്കിൽ പൊട്ടിയേനെ. അമ്മാതിരി മാനസികമായിട്ട് ഈ വിശ്വാസം കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിരുന്നു. ആ കഥ നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ബോധ്യപ്പെടൂ. അപ്പോൾ ഹിക്കാസ് ഫാത്തു എന്ന ചാനലിലെ ആ വീഡിയോ നിങ്ങൾ പോയി കാണാം. മറ്റു വീഡിയോകളും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളിലുള്ള ഈ മതം വിട്ടവരുടെ ധാരണകളും അവരുടെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങാം. ആദ്യത്തെ ഹദീസിലേക്ക് പോകാം. അബ്ദുല്ല ബിൻ അബി ഹൗഫ പറയുന്നത് ഞാൻ കേട്ടു. മുത്ത് പച്ച ഭരണികൾ ഉപയോഗിക്കുന്നത് വിലക്കിയിരുന്നു. ഞാൻ ചോദിച്ചു, നമുക്ക് വെളുത്ത ഭരണികളിൽ നിന്ന് കുടിക്കാമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ചില ആളുകൾ ഞാൻ ഈ വീഡിയോകളൊക്കെ ആദ്യമായിട്ട് ഇടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മുത്തിനെ ഒരുപാട് തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിരുന്നു. ഇതാണ് കാരണം. ഇവന് ഏതോ ഒരു പ്രദേശത്ത് പോയിട്ട് എന്തോ കാരണത്താൽ അവിടുത്തെ പച്ചയും വെള്ളയും നിറത്തിലുള്ള ഭരണികൾ അങ്ങ് നിരോധിച്ചത്, അല്ലെങ്കിൽ കുപ്പിയോ അവർ പാനീയം സേവിക്കുന്ന ഒരു സാധനം. ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത കഥ. അത് നിങ്ങൾ കാണും. ദൈവത്തിൻ്റെ ദൂതൻ ചില പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കിയിരുന്നു. എന്നാൽ അൻസാറുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് അവ ഉപേക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ദൂതൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവ ഉപയോഗിക്കുക. അൻസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കയിലെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് ഇദ്ദേഹം കുറേ സ്റ്റോക്സ് മേടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തെ സഹായിച്ച ആളുകളാണ് ഈ അൻസാറുകൾ, അല്ലെങ്കിൽ സഹായികൾ എന്നാണ് പറയുന്നത്. ഈ സഹായികളുടെ നാട്ടിൽ വന്ന ശേഷം ഇവന് എല്ലിൽ കുത്തിയ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന വീട്ടിലെ പാത്രങ്ങളൊക്കെ നിരോധിച്ചു കളഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അല്ല അപ്പോൾ നമ്മളങ്ങനെ ചോറും കൂട്ടാനും വെക്കാന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഇയാൾ എന്തിനാ ആദ്യം നിരോധിച്ചത്? ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇവനെക്കുറിച്ച് നമുക്ക് വളരെ ഹാർഷായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇനി ഇതിലും വിജൃംഭിച്ച മറ്റു കഥകളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരാളെ ബാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്യുന്നു. സഅദ് ബിൻ അബി വക്കാസ് നിവേദനം. മുത്ത് പറഞ്ഞു, വിശ്വാസികളിൽ ഏറ്റവും പാപിയായ വ്യക്തി നിഷിദ്ധമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചവനാണ്. എന്നാൽ ചോദിച്ചതിനാൽ അത് നിഷിദ്ധമായി തീർന്നു. ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് പിടി കിട്ടിയോന്നറിയില്ല, എന്തായാലും ഞാൻ പറയാം. മുത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു സഖാബീസിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവസാനം അത് ഇറിറ്റേഷൻ ആയ സമയത്ത് ഇയാൾ എന്ത് ചെയ്തു? ഒരു കഥ ഇറക്കി. അതാണ് ഇവിടെ കാണുന്നത്. എന്താണത്? ഇനിമേൽ നിങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും അനാവശ്യമായി ചോദിച്ചാൽ, എന്തിനെക്കുറിച്ചാണോ ചോദിച്ചത് അത് പിടിച്ചങ്ങ് നിരോധിച്ച് കളയും. എന്നിട്ട് അങ്ങനെ ഞാനത് നിരോധിച്ചാൽ അതിൻ്റെ പാപം നിങ്ങളുടെ തലയിലിടും എന്നാണ് ഇവിടെ പറയുന്നത്. അഥവാ നിങ്ങൾ ഈ ഒരു സഹാബിയാണെങ്കിൽ ഈ മുത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ആശാനെ വാഷിംഗ് മെഷീൻ കേടായി എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, വാഷിംഗ് മെഷീൻ ഇനി മുതൽ ആരും ഉപയോഗിക്കേണ്ട, ഇത് നിഷിദ്ധമായിരിക്കുന്നു അല്ലെങ്കിൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് പറയും, ഇപ്പോൾ എല്ലാവരും ഈ അലക്ക് കല്ല് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്, അത് നിന്റെ കുറ്റമാണെന്ന്. എങ്ങനെ ഇരിക്കുന്നു? എന്തായാലും അടുത്ത കഥയിലേക്ക് പോകാം. മുത്തനബി പറഞ്ഞു, ദൈവത്തിലുള്ള വിശ്വാസത്താലും അവൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസത്താലും പ്രചോദിതനായി ആരെങ്കിലും ഒരു കുതിരയെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിലനിർത്തിയാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അയാൾക്ക് ആ കുതിര തിന്നതിനും കുടിച്ചതിനും അതിൻ്റെ കാഷ്ടത്തിനും മൂത്രത്തിനും പ്രതിഫലം ലഭിക്കും. ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ ഇപ്പം തന്നെ കിട്ടിക്കാണും. അതായത് ഈ യുദ്ധത്തിന് പോകുമല്ലോ, ഇയാൾ കൊച്ചുണ്ണിയായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന് ഒരുപാട് റിസോഴ്സസ് വേണം. പ്രധാനമായിട്ട് ആയുധങ്ങൾ, ഇതുപോലെ ഈ കുതിരയെ പോലുള്ള മൃഗങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു കുതിരയെ നിങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഡൊണേറ്റ് ചെയ്താൽ, ദൈവമാർഗത്തിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല എന്താ ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റേ ഗോത്രത്തെ കൊള്ളടിക്കാം.
അതിന് ഇവന് പങ്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ആരെങ്കിലും കുതിരയെ തന്നാൽ ആ കുതിര ഇടുന്ന ചാണകത്തിനും അതിൻ്റെ മൂത്രത്തിനും അത് തിന്നുന്നതിനും കുടിക്കുന്നതിനും ഉൾക്കുള്ള കൂലി എവിടെ കിട്ടും? പരലോകത്ത് നമുക്ക് ചെക്ക് മാറിയെടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പുറമെ ആ സൽക്കർമ്മം എന്ന നിലയിൽ നമ്മളിവിടെ കൊടുക്കുന്ന ആ മൃഗത്തിൻ്റെ തീട്ടത്തിനൊക്കെ നമുക്ക് അവിടെ കൂലി കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് നമ്മുടെ വിശ്വാസികളൊക്കെ വിശ്വസിച്ച് ദൈവത്തിന് സ്തുതി എന്നും ഡാഷിന് സലാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. എന്തായാലും അടുത്ത കഥയിലേക്ക് പോകാം. അധികം ചിരിക്കരുത്, ധാരാളം ചിരിക്കുന്നത് ഹൃദയത്തെ കൊല്ലും എന്ന് നബി പറഞ്ഞതായി അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു. അധികം ചിരിക്കരുത് എന്ന് ആര് പറയുന്നു? ഈ പണ്ടാര കഥകളൊക്കെ എഴുതി വെച്ച അല്ലെങ്കിൽ അത് പറഞ്ഞ് മുത്ത് പറയാണ്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ നമ്മൾ ചിരിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇയാൾ കാരണം എന്തോരം ഹൃദ്രോഗികളാണല്ലോ ഇപ്പോൾ ഉണ്ടാവുന്നത്. നമുക്കും ഹൃദയമുണ്ടല്ലോ. ഇതുപോലുള്ള നിലവാരം കുറഞ്ഞ കഥകൾ വീണ്ടും വീണ്ടും പറയേണ്ട ഒരു ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഗ്യാപ്പ് വരുന്നത് വീഡിയോ ഇടാൻ. എന്തപ്പോൾ ചെയ്യുക? വേറൊന്നും നമുക്ക് വായിച്ച് പരിചയമില്ലല്ലോ. ഇതാണല്ലോ നമ്മൾ ഒരുപാട് കാലം തലയിൽ കൊണ്ടു നടന്നത്. എന്തായാലും ഇത്രയും വിഷയങ്ങളാണെന്ന് പ്രധാനമായിട്ട് പറയാനുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഉമ്മു കുൽസുവിൻ്റെ വീഡിയോ കാണുക. അത് ഏത് മതത്തിൽപ്പെട്ട വിശ്വാസിയാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും. എങ്ങനെയാണ് മറ്റ് മതവിശ്വാസികളെയോ അല്ലെങ്കിൽ മറ്റാളുകളെയോ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ തലയ്ക്ക് ഓളമില്ലാതാകുന്നത് വിശ്വാസം കാരണം എന്ന് കൃത്യമായൊരു താത്വിക അവഹേളനമാണ്. അപ്പോൾ അത് പോയി നിങ്ങൾ കാണുക. പാത്തുവിനെ അല്ലെങ്കിൽ ഹിക്കാസ് പാത്തു എന്ന ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.